ഹലോ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കരിമീനാണ് ഗൈസ്. കണ്ടോ, നല്ല ഫ്രഷ് കരിമീൻ ഗൈസ്. ഒരു രസമില്ല അപ്പം നമ്മൾ കരിമീൻ ഫ്രഷാക്കി കുറച്ച് സവാള, തക്കാളി, ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മീനിൽ പുരട്ടി ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി ഇത് വീണ്ടും ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയ സവാള, അതുപോലെ തന്നെ ടൊമാറ്റോ, പച്ചമുളക്, ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ചായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 10-12 ഫിഷോളം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 6-7 സവാള, അതിന് വേണ്ടുന്ന ഒരു 3-4 ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ സവാള അരിഞ്ഞത് നന്നായിട്ടിട്ട് അതിനകത്തൊരല്പം ഉപ്പും കൂടെ ചേർത്ത് അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടുക. അതിന് ശേഷം അതൊന്ന് ഒരു കുറച്ചും കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറഞ്ഞിരുന്നാലും പ്രോബ്ലം ഇല്ല. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി എല്ലാം ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പം വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയതിൻ്റെ ഒരു കൃത്യമായ ഒരു അളവ് പറയുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇടാൻ മറന്നതുകൊണ്ടാണ്. പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചൊരു പുളിരസമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടേതായ ഒരു സ്പെഷ്യൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കരിമീൻ നമ്മൾ കുടംപുളി ചേർക്കാറില്ല. പക്ഷേ ഇതിനൊരു ഗ്രേവിക്ക് നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ കുടംപുളിയും കൂടെ ഇടുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഒരു 1-2 നമ്മുടെ പുളിക്കനുസരിച്ച് ആവശ്യത്തിന് നാരങ്ങ നീരും പിന്നെ ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ, അതായത് തേങ്ങ പിഴിഞ്ഞെടുത്ത ഫസ്റ്റ് പാലാണ്. ഇതിന് നന്നായിട്ട് തിളച്ച് ഒരു എണ്ണ വാർന്നു വരുന്ന ഒരു പാകത്തിന് ഇട്ടതിന് ശേഷം ഗ്രേവി ഓക്കെ ആയി. അതിന് ശേഷം നമ്മൾ ഇല വാട്ടി അതിൽ എന്താ പറയുക ഈ ഗ്രേവി കോരി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഫിഷ് എടുത്ത് വെച്ച് അത് നന്നായിട്ട് പാക്ക് ചെയ്തു. നമ്മൾ ചെയ്ത് വെച്ച ഗ്രേവിയാണ്. ഈ ഗ്രേവിയിലേക്ക് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത ആ ഫിഷ് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കും. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗ്രേവി കോരി വയ്ക്കും. അപ്പം നന്നായിട്ട് ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ആ ഫിഷിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ അത് 2 സൈഡും വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ആ പുളിയും നമ്മൾ ഗ്രേവിയിൽ എന്തൊക്കെ മസാലകൾ ചേർത്തിട്ടുണ്ടോ അതെല്ലാം ആ ഫിഷിലേക്ക്, ആ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിലേക്കാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടാകുക. പിന്നെ ഈ ഒരു കറിവേപ്പില തണ്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഭംഗിക്ക് മാത്രമല്ല, ആ പച്ച കറിവേപ്പിലയും കൂടി ഇരുന്ന് അത് ഫ്രൈ ആകുമ്പോൾ ഒരു പ്രത്യേകം സ്മെല്ലും കൂടെ നമുക്കതിൽ കിട്ടും. ഇതേ രീതിയിൽ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പം ഇത് ഇളകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ ഗ്രേവിയൊക്കെ പുറത്തേക്ക് ചാടി ആകപ്പാടെ അത് പിന്നെ ഒരു ശരിയാകാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് നന്നായിട്ട്
ടൈറ്റായിട്ട് കെട്ടുക. ഇത് നല്ല നല്ല എന്താ ഒരു പാൻ ആകരുത്, കാരണം ഇത് ഫ്രൈ ആക്കുമ്പോൾ പാൻ ഡാമേജ് ആകാനുള്ള ഇതുള്ളതുകൊണ്ട് വലിയ ഇത്തിരി പഴയതാണെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു അവസ്ഥയിലായിരിക്കും കിട്ടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ അല്പം നാരങ്ങ നീരോട് പൊഴിച്ച് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.